ദൈവവിശ്വാസം വർദ്ധിക്കേണ്ട സമയമാണിത്. പടച്ചവനെ കുറിച്ചുള്ള ബോധ്യവും ചിന്തയും വർദ്ധിതമായ അവസ്ഥയിൽ നമ്മളിൽ ഉണ്ടാകേണ്ട സമയം. ചില ആളുകൾ അവസരം മുതലാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രേ ഫോർ വയനാട് എന്ന് എഴുതിയിട്ട് ആ പ്രേ അങ്ങ് വെട്ടിയിട്ട് പേ ഓർ ഡൊണേറ്റ്. ഇനിയിപ്പോ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്ന ചില ആളുകൾ. സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തത് നമ്മൾ എണ്ണിയത് എന്താണ്? ഖദറിലുള്ള വിശ്വാസമാണ്. ഖദറിലുള്ള വിശ്വാസം ഒരു ഉത്തരമാണ്. ചില മനുഷ്യർ വന്ന് ചോദിക്കാണ്, എന്തേ ഞാൻ മാത്രം ബാക്കിയായത്? ഒരേ സ്ഥലത്ത് നിന്ന് പൊട്ടി പുറപ്പെട്ട വെള്ളം കുടുംബത്തിലെ 5 ആളെ കൊണ്ടുപോയി, ഞാൻ എന്തേ ബാക്കിയായി? ശാസ്ത്രത്തിനെന്താണ് മറുപടി? വിശ്വാസിക്ക് മറുപടിയുണ്ട്. പടച്ചവന്റെ വിധിയാണ് അവിടെ നടപ്പായത്. ആ വിധിയിൽ നിങ്ങൾ രക്ഷപ്പെടണമെന്നതാണ്. എത്ര സുന്ദരമായ, എത്ര സമാധാനം ലഭിക്കുന്ന, എത്ര ആശ്വാസം ലഭിക്കുന്ന ഉത്തരമാണ് സഹോദരങ്ങളെ ഖദറിലുള്ള വിശ്വാസം നമുക്ക് നൽകുന്നത്. പടച്ചവന്റെ തീരുമാനമാണിത്. എന്റെ ഭാര്യ പോണം, ഭർത്താവ് പോണം, മാതാവ് പോണം, ഓരോന്നും തീരുമാനമാണ്. ഞാൻ ബാക്കിയാകണം, പടച്ചവന്റെ തീരുമാനമാണ്. മുറിഞ്ഞ കയ്യുമായി ഞാൻ ഇനി ജീവിക്കണം, എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ദൈവവിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കുന്നത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാതും ഖൈറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലിൽ അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യം എല്ലാം അവന് ഖൈറാണ്. എന്തു സംഭവിച്ചാലും അതിലൊരു ഖൈറുണ്ട്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല.